മഞ്ഞുമൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടൻ സോബിൻ ഷാഹിർ അടക്കമുള്ളവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് പോലീസ് പ്രതികൾ കുറ്റം ചെയ്തു എന്നതിന് വ്യക്തമായ തെളിവുകളുണ്ട്. മരട് പോലീസാണ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. രേഷ്മ വിവരങ്ങൾ നൽകും. രേഷ്മ, ഈ വാർത്തയുടെ വിവരങ്ങൾ കൂടി. ചിത്രവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കുകയും ആ കേസിൽ നടൻ സൗബിൻ ഷാഹിർ അടക്കമുള്ളവർ മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകുകയും ചെയ്തിരുന്നു. ഈ മുൻകൂർ ജാമ്യാപേക്ഷയെ മരട് പോലീസ് തുറന്ന് എതിർത്തിരിക്കുകയാണ്. പ്രതികൾ കുറ്റം ചെയ്തു എന്നതിന് തക്കതായിട്ടുള്ള തെളിവുകൾ പോലീസിന്റെ പക്കലുണ്ട്. സിനിമയിൽ നിന്ന് ലഭിച്ച ലാഭത്തെക്കുറിച്ചും അത് എങ്ങനെയാണ് ചെലവഴിച്ചത് ഇതടക്കമുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ തങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സൗബിൻ ഷാഹിർ, ബാബു ഷാഹിർ അടക്കമുള്ള ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യണം, അതായത് കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി അനുവദിക്കരുത് എന്നുള്ളതാണ് എതിർ സത്യാംഗൂലത്തിൽ പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ തന്നെ ചോദ്യം ചെയ്യലിന് വേണ്ടിയിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതികൾക്ക് നോട്ടീസ് അയച്ചിരുന്നു. ഒന്നാം പ്രതിയായിട്ടുള്ള ഷോൺ ആന്റണി ഈ നോട്ടീസ് കൈപ്പറ്റുകയോ ഹാജരാകുകയോ ചെയ്തിട്ടില്ല. സൗബിൻ ഷാഹിറും ബാബു ഷാഹിറും ചോദ്യം ചെയ്യലിന് ഹാജരായില്ല. ഈ പരാതിക്കാരനെന്ന് പറയുന്ന അരൂർ സ്വദേശിക്ക് നേരത്തെ ഈ പ്രതികൾ ഈ കേസെടുത്തതിന് തൊട്ടു പിന്നാലെ 6 കോടിയോളം രൂപ, ഏകദേശം കൃത്യമായിട്ട് പറഞ്ഞാൽ 5.99 കോടി രൂപ തിരിച്ചു നൽകിയിരുന്നു. ഈ കുറ്റകൃത്യം നടന്നിട്ടുണ്ടെന്ന് പോലീസ് അത് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. അതിനുശേഷമായിരുന്നു സൗബിൻ ഷാഹിർ ഉൾപ്പെടെയുള്ളവർ പരാതിക്കാരന് 6 കോടിയോളം രൂപ തിരിച്ചു നൽകിയത്. അതുകൊണ്ട് തന്നെ ഈ ലാഭവിഹിതവും ഈ പണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തിനുപയോഗിച്ചു ഇതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. അതിനും പ്രതികളെ കസ്റ്റഡിയിൽ വേണമെന്നുള്ള നിലപാടാണ് മറുപടിയായിട്ട് ഹൈക്കോടതിയിൽ പോലീസ് നൽകിയിട്ടുള്ളത്. സൗബിൻ ഷാഹിറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച സമയത്താണ് പോലീസ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ശരി.